ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് നാരായണീയം ദശകം 2 ശ്ലോകം 9. കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു കർമ്മയോഗം ദൂരേത്യ ഫലം നൽകണതും ജ്ഞാനയോഗമാണെങ്കിൽ സുദുർഗമതരവുമാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതങ്ങനെ കർമ്മജ്ഞാന യോഗങ്ങൾ ദൂരേത്യ ഫലവും സുദുർഗമതരവുമാണ് എന്ന് പറഞ്ഞത് ഈ പദ്യത്തിനെ കൊണ്ട് ഒന്നുകൂടി വിശദമാക്കുകയാണ് 9ാമത്തെ ശ്ലോകത്തിൽ ഭട്ടതിരിപ്പാട് ചെയ്യണം. അത്യായാസകരാണി കർമ്മപടലാനാചര്യനിര്യന്മല ബോധേ ഭക്തിവദേ ദവാഭിഹുജിതദാം ഹായാന്തി കിം താവതാ ക്ലിഷ്ട്വാ തർക്കപദേ പരം തവ ബഭൂർ ബ്രഹ്മാക്യമന്യേ പുന ചിത്താദ്രത്വമൃതേ വിചിന്യ ബഹുഭി സിദ്ധ്യന്തി ജന്മാന്തരേ. അത്യായാസകരാണി കർമ്മപടലാനി ആചര്യ നിര്യന്മല ബോധേ ഭക്തിപദേ അഥവാ അഭി ഉചിതതാം ആയാന്തി കിം താവത ക്ലിഷ്ട്വാ തർക്കപദേ പരം തവ വപുഃ ബ്രഹ്മാക്യമന്യേ പുനഃ ചിത്താദ്രത്വം ഹൃദേ വിചിന്യ ബഹുഭിഃ സിദ്ധ്യന്തി ജന്മാന്തരേഹി. അത്യായാസകരാണി കർമ്മപടലാനാചര്യ നിര്യന്മല ബോധേ ഭക്തിപദേ ദവാഭിഹുചിതദാം ഹായാന്തി കിം താവതാ ക്ലിഷ്ട്വാ തർക്കപദേ പരം തവ ബഭൂർ ബ്രഹ്മാക്യമന്യേ പുന ചിത്താദ്രത്വമൃതേ വിചിന്യ ബഹുഭി സിദ്ധ്യന്തി ജന്മാന്തരേ. കേജിത് അത്യായാസകരാണി കർമ്മപടലാനി, ചിലർ വളരെയധികം ബുദ്ധിമുട്ടുള്ള കർമ്മങ്ങളെല്ലാം നടത്തി ആചര്യ നിര്യന്മലാബോധി കർമ്മങ്ങളെല്ലാം നടത്തി മനഃശുദ്ധി കൈവന്നവരായിട്ട് അഥവാ ഭക്തിപദേ അഭി ജ്ഞാനയോഗത്തിനോ അല്ലെങ്കിൽ ഭക്തിയോഗത്തിനോ ഉചിതമായാന്തി യോഗ്യത ഉള്ളവരായിട്ട് തീരുന്നു. ചിലർ വളരെയധികം ബുദ്ധിമുട്ടിയിട്ടുള്ള കർമ്മങ്ങളെല്ലാം നടത്തി മനഃശുദ്ധി കൈവന്നവരായിട്ട് ജ്ഞാനയോഗത്തിനോ അല്ലെങ്കിൽ ഭക്തിയോഗത്തിനോ യോഗ്യത ഉള്ളവരായിട്ട് തീരുന്നു. താവതാക്യം അതുകൊണ്ട് എന്താ കാര്യം എന്നാണ് ചോദിക്കണത്. അത്രയും കൊണ്ട് എന്തു പ്രയോജനം? അന്യേ പുനഃ വേറെ ചിലരാകട്ടെ തർക്കവതേ കൃഷ്ട യുക്തി ചിന്ത കൊണ്ട് വിഷമിച്ചിട്ട് ചിത്താദ്രത്വം ഹൃദയ മനസ്സലിയാത്തവരായിട്ട് ബ്രഹ്മാക്യം ബ്രഹ്മം എന്ന് പറയുന്ന തവ പരം വഭു അങ്ങയുടെ നിർഗുണസ്വരൂപം വിചിന്യ ധ്യാനിച്ച് ബഹുഭിഹി വളരെ അനേകം ജന്മങ്ങളെ ജന്മാന്തരേഹി സിദ്ധ്യന്തി അനേകം ജന്മങ്ങളെ കൊണ്ട് മോക്ഷം പ്രാപിക്കുന്നു. കർമ്മയോഗം കേവലം മനഃശുദ്ധിക്ക് മാത്രം ഉതകുന്നു. കർമാനുഷ്ഠാനം കൊണ്ട് രാഗദേശാദിരഹിതമായി മനസ്സ് ശുദ്ധമായാൽ ജ്ഞാനയോഗത്തിന് അധികാരികളായി വരുന്നു. ഭക്തിയോഗത്തിനും അത് സഹായകരമായിട്ട് തീരും. പക്ഷെ ഭക്തന് ചിത്തശുദ്ധിക്ക് കർമാനുഷ്ഠാനം കൂടിയേ തീരൂ എന്നില്ല എന്നാണ് പറയണത്. കർമാനുഷ്ഠാനം കൊണ്ട് ചിത്തശുദ്ധി കൈവരുത്താതെ നേരെ സന്യാസം കൈക്കൊള്ളുന്നവർക്കാകട്ടെ വേദാന്ത ചിന്ത കൊണ്ട് നിർഗുണ ബ്രഹ്മോപാസനം വഴിയായി അനേക ജന്മങ്ങളെ കൊണ്ട് മാത്രമേ മുക്തി നേടാൻ കഴിയുകയുള്ളൂ. ഇങ്ങനെ കർമ്മജ്ഞാന യോഗങ്ങൾ ദുഷ്കരങ്ങളും ദൂരേത്യ ഫലങ്ങളുമാകയാൽ സാധാരണക്കാർക്ക് അഗമ്യങ്ങളാകുന്നു എന്ന് സാരം. ചിലർ വളരെയധികം ബുദ്ധിമുട്ടുള്ള കർമ്മങ്ങളെല്ലാം നടത്തി മനഃശുദ്ധി കൈവന്നവരായിട്ട് ജ്ഞാനയോഗത്തിനോ അല്ലെങ്കിൽ ഭക്തിയോഗത്തിനോ യോഗ്യത ഉള്ളവരായിട്ട് തീരുന്നു. അത്രയും കൊണ്ട് എന്താണ് ഫലം? വേറെ ചിലരാകട്ടെ യുക്തി ചിന്ത കൊണ്ട് വിഷമിച്ചിട്ട് മനസ്സലിയാത്തവരായിട്ട് ബ്രഹ്മം എന്ന് പറയുന്ന അങ്ങയുടെ നിർഗുണസ്വരൂപം ധ്യാനിച്ച് അനേകം ജന്മങ്ങളെ കൊണ്ട് മോക്ഷം പ്രാപിക്കുന്നു. അത്യായാസകരാണി കർമ്മപടലാനാചര്യ നിര്യന്മല ബോധേ ഭക്തിപദേ ദവാഭിഹുചിതദാം ഹായാന്തി കിം താവതാ ക്ലിഷ്ട്വാ തർക്കപദേ പരം തവ വപൂർ ബ്രഹ്മാക്യമന്യേ പുന ചിത്താദ്രത്വമൃതേ വിചിന്യ ബഹുഭി സിദ്ധ്യന്തി ജന്മാന്തരേ. അത്യായാസകരാണി കർമ്മപടലാനാചര്യ നിര്യന്മല ബോധേ ഭക്തിപദേ ദവാഭിമുചിതദാം മായാന്തി കിം താവതാ ക്ലിഷ്ട്വാ തർക്കപദേ പരം തവ വപു ബ്രഹ്മാക്യമന്യേ
പുനശ്ചിത്താദ്രത്വമൃതേ വിജന്ധ്യ ബഹുഭിഃ സിദ്ധ്യന്തി ജന്മാന്തരേ. അത്യായാസകരാണി കർമ്മപടലാനാചര്യ നിർജന്മല ബോധേ ഭക്തിപദേ തവാപി ഉചിതതാം മായാന്തി കിം താവതാ. ക്ലിഷ്ട്വാ തർക്കപദേ പരം തവ വപോ ബ്രഹ്മാഖ്യമന്യേ പുനഃ ചിത്താദ്രത്വമൃതേ വിചിന്യ ബഹുഭിഃ സിദ്ധ്യന്തി ജന്മാന്തരേ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.